ഹായ് കൂട്ടുകാരെ, ചേന കൊണ്ടുള്ള ഒരു വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ കഷ്ണങ്ങൾ ഇങ്ങനെ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി നമുക്ക് വാരിയെടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് വാരിയെടുക്കാം, ഊറ്റിയെടുക്കാം. ചേന വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും 4 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചതച്ചതിലേക്ക് ഈ എല്ലാ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ജാറിലിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നമുക്ക് നല്ലപോലെ കറക്കിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനൊരു പരുവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് കൊട്ടിക്കൊടുത്ത ശേഷം നല്ല പോലെ കൈ വെച്ച് കുഴയ്ക്കണം. ഈ ഒരു അരപ്പ് ഈ ചേനയുടെ എല്ലാ ഭാഗത്തും എത്തണം. ചേനയ്ക്ക് ചൊറിച്ചിലുള്ളത് കൊണ്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇങ്ങനെ കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് കുഴച്ചാലും മതി. നല്ലപോലെ എല്ലാ ഭാഗത്തും ഈ ഒരു പേസ്റ്റ് പിടിക്കണം. അതിനാണ് ഇങ്ങനെ കൈ വെച്ച് കുഴയ്ക്കുന്നത്. പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ആവി വന്നിട്ടുണ്ട് എണ്ണയ്ക്ക്. ഇനി നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം എണ്ണ ചൂടായ ശേഷമേ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മുഴുവൻ ചേനയും നമുക്ക് മൊരിച്ചെടുക്കാം. നല്ലപോലെ മൊരിച്ച് അടിഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നല്ലപോലെ മൊരിച്ചെടുക്കാം. ചേന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണ്. ഇത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പും എണ്ണയും പാകത്തിനാവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പ്രമേഹ രോഗികൾക്ക് ഇതങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല എന്നും കൂടി പറയട്ടെ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലോണം ഫ്രൈ ആയി വരണം. എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ നമുക്ക് ഉരുളൻകിഴങ്ങും ചെയ്യാം, കൈപ്പയ്ക്കയും ചെയ്യാം. കുട്ടികൾ ഈ മസാലപ്പൊടിയുടെ മണം കേട്ടാൽ ഇത് കഴിക്കും. വളരെ കുറച്ച് ചേർത്താൽ മതി. വലിയ അളവിൽ ചേർത്തരുത് മസാലപ്പൊടികൾ. ഇതൊരു മണത്തിന് വേണ്ടിയാണ്, അവർ കഴിക്കാൻ കൂടി വേണ്ടിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റും ആണ്. ചേന ഫ്രൈ ആണിത്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.